ഹെബ്രായർ 4:12 നമ്മൾ കാണുകയാണ്, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. ദൈവത്തിന്റെ വചനം സജീവമാണ്. സജീവം എന്ന് വെച്ചാൽ അലൈവാണ്, ജീവനുള്ളതാണ്, അത് ഊർജ്ജസ്വലമാണ്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വലിയ ശക്തി കടന്നു വരുന്നു. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നു, വിടുതൽ കൊണ്ടുവരുന്നു. കർത്താവിന്റെ കുരിശിലെ ബലിയിലൂടെ ഒഴുകിയിറങ്ങുന്ന അനന്ത കരുണയെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നു. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഡബിൾ എഡ്ജ്ഡ് സോഡ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് ചേതനയിലും മജ്ജയിലും തുളച്ചു കയറി നമ്മുടെ ഉള്ളിലേക്ക്, അതായത് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലൂടെ, നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ ഉള്ളറകളിലേക്ക് തുളച്ചു കയറുന്നതാണ്. നമ്മൾ പോലും അറിയാതെ ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും കൊണ്ടുവരാൻ സാധിക്കുന്നുവെന്ന് കർത്താവിന്റെ വചനം ഹെബ്രായർ 4:12 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. അതായത് കർത്താവ് വചനമയച്ച് തന്റെ വാക്കുകൾ കൊണ്ട് അനേകരെ സൗഖ്യമാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ സൗഖ്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ മാനസാന്തരമുണ്ടാകും. കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുകയാണ്. ഈ ഹെബ്രായർ 4:12 എടുത്ത് ഇന്ന് പ്രിയ സഹോദരങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നസങ്കീർണതയ്ക്കുള്ളിലേക്ക് കടന്നു വരികയും കാറ്റിനെയും കടലിനെയും ശാന്തനാക്കിയവന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരും. പുറപ്പാട് 14:14 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പലപ്പോഴും നമ്മൾ ഈ ശാന്തരായിരിക്കുക എന്ന് പറയുന്നത് എന്താ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകത്തിൽ ദൈവത്തിന്റെ വചനം തരുന്ന സമാശ്വാസത്തിൽ വിശ്രമിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവവചനത്തിന്റെ വലിയൊരു ആവരണം, വലിയൊരു സംരക്ഷണ കവചം നമ്മളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുമ്പോൾ ആത്മാവിൽ വിശ്രമിച്ച് ജീവിതത്തിൽ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് മുന്നേറുവാൻ കർത്താവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ അഭിഷേകം നമ്മളെ സഹായിക്കുന്നു. അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ശാന്തമായിരിക്കുക. സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് പറയുന്നു, നിങ്ങൾ ശാന്തമായിരിക്കുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ബി സ്റ്റിൽ, അതായത് ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഇന്ന ദിവസം ദൈവത്തിന്റെ വചനത്തിന്റെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഇന്ന് ഞാൻ ഈ വചനം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നു. തടസ്സങ്ങളെ കീറിമുറിക്കുന്ന, ബന്ധനങ്ങളെ അഴിക്കുന്ന, കെട്ടുകളെ പൊട്ടിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് വലിയൊരു അഭിഷേകം നമ്മുടെ ചുറ്റും വെളിപ്പെടുന്നു. അതിനായി ദൈവത്തിന് നന്ദി പറയാം. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.